എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലായ്പ്പോഴും മായയുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ മായയ്ക്കുള്ളിലാണ് എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. ഈ മായയിൽ നിന്നുള്ള മോചനത്തിനെയാണ് ആത്മസാക്ഷാത്കാരം, എൻലൈറ്റ്മെന്റ്, ആത്മജ്ഞാനം എന്നൊക്കെ വിളിക്കുന്നത്. ഈ കണ്ട ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ആയിരക്കണക്കിന് സാധനാ മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുമെല്ലാം ഈ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ് ഈ മായ? എങ്ങനെയാണ് ഈ മായ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ വട്ടം കറക്കുന്നത്? ചെറിയൊരു കഥയിലൂടെ ഈ മായയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിൽ കൃഷ്ണൻ എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. വളരെ അധ്വാനശീലനായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 3 മക്കളും കൂടി വളരെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നാട്ടിൻ പുറത്ത് അതിമനോഹരമായ ഒരു വീട് പണിയുകയുണ്ടായി. വളരെ കാലത്തെ ആഗ്രഹ പൂർത്തീകരണമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വീടിനോട് വളരെയധികം അടുപ്പവും മമതയും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ തൻ്റെ വീടിൻ്റെ ഭംഗിയെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനബോധവും തോന്നാറുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ദിവസം ഈ വീടിന് തീപിടിച്ചു. വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ അദ്ദേഹം നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് പാഞ്ഞു കയറാൻ ശ്രമിച്ചു. 4 ചുറ്റും തീ പടർന്നതിനാൽ മറ്റുള്ളവരെല്ലാവരും കൂടി പിടിച്ചു വലിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. തൻ്റെ സ്വത്ത് മുഴുവൻ കത്തി നശിക്കുന്നത് ദുഃഖത്തോടെ കണ്ടുനിന്ന അദ്ദേഹത്തിനടുത്തേക്ക് മൂത്ത മകൻ പെട്ടെന്ന് തന്നെ ഓടിയെത്തി. മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ, വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഈ വീട് ഒരു സംരംഭകന് ഈ വീടിൻ്റെ യഥാർത്ഥ വിലയുടെ ഇരട്ടി വിലയ്ക്ക് ഞാൻ വിൽക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ സ്വത്ത് നമ്മുടേതല്ല, മറ്റൊരാളുടേതാണ്. അടുത്ത നിമിഷം ആ രംഗം മൊത്തം മാറി. കൃഷ്ണന്റെ കണ്ണുനീർ വറ്റി അദ്ദേഹം വളരെ ശാന്തനായി. അദ്ദേഹം മകന്റെ തോളിൽ പിടിച്ച് കത്തുന്ന വീടിനെ നോക്കി അവിടെ നിന്നു. അവിടെ തടിച്ചുകൂടിയ ജനത്തിന്റെ ഒരു ഭാഗമായി മാറി. അദ്ദേഹം മകന്റെ പ്രവൃത്തിയെക്കുറിച്ച് അഭിമാനിക്കുകയും മനസ്സിൽ വീടിനോടുള്ള അടുപ്പം ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ കഥ തുടരുകയാണ്. പെട്ടെന്ന് തന്നെ കൃഷ്ണന്റെ 2ാമത്തെ മകൻ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു, ആശങ്ക ഇതുവരെ തീർന്നിട്ടില്ല. കാരണം സംരംഭകൻ അഡ്വാൻസ് തുക മാത്രമേ നൽകിയിട്ടുള്ളൂ, ബാക്കി തുക നാളെ തരാമെന്നാണ് ഏറ്റിട്ടുള്ളത്. സ്ഥിതിഗതികൾ വീണ്ടും മാറി. കൃഷ്ണനും മൂത്ത മകനും കരയാൻ തുടങ്ങി. അറ്റാച്ച്മെന്റ് വീണ്ടും വന്നു. ഇങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കൃഷ്ണന്റെ 3ാമത്തെ മകൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ സംരംഭകന്റെ ഓഫീസിൽ നിന്നാണ് വരുന്നത്. തീ പിടിച്ച കാര്യം സംരംഭകനെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും താൻ വീട് വാങ്ങിയതിനാൽ ബാക്കി തുക തീർച്ചയായും നാളെ നൽകാമെന്നും വീട് ഇപ്പോൾ തൻ്റേതാണ് എന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഇവിടെ ഒരു റിസോർട്ടാണ് നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി കൃഷ്ണന്റെ വീട് പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. സ്ഥിതിഗതികൾ ഒന്നുകൂടി മാറി. കൃഷ്ണന്റെയും മകന്റെയും മുഖത്ത് പുഞ്ചിരി വീണ്ടും വന്നു. വീടിനോടുള്ള അടുപ്പം വീണ്ടും അപ്രത്യക്ഷമായി. ഈ കഥയിൽ ഒരു വ്യക്തിയുടെ വികാരങ്ങളിൽ ആവർത്തിച്ചുള്ള മാറ്റം നമുക്ക് കാണാം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട്. ആർട്സ് ടെക് അക്കാഡമി നിങ്ങൾക്കായി ഒരു സുവർണാവസരം ഒരുക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ യൂട്യൂബറായി മാറാം. അടിസ്ഥാന കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മാറി നിൽക്കുന്നവരും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ചാനൽ തുടങ്ങിയിട്ട് വിജയിക്കാത്തവരും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ കോഴ്സ്. വീഡിയോ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അപ്ലോഡിംഗ്, ചാനലും വീഡിയോയും വൈറൽ ആവാനുള്ള ടെക്നിക്കുകളും ടിപ്സുകളും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോ നിർമ്മിക്കുന്ന വിധം, 100% പ്രാക്ടിക്കലായ ക്ലാസുകൾ മാത്രം. യൂട്യൂബ് എന്ന സ്വപ്നവുമായി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുക. ഓർമ്മിക്കുക, ജൂലൈ 6 ശനിയാഴ്ച രാവിലെ 10 മുതൽ 4 വരെ. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഭാരതീയ തത്വചിന്ത പ്രകാരം സൃഷ്ടി ആരംഭിക്കുന്നത് 2 ശാശ്വത ഘടകങ്ങളിൽ നിന്നാണ്, പുരുഷനും പ്രകൃതിയും. ഇവിടെ പുരുഷൻ ബോധമുള്ള രൂപമാണ്. പ്രകൃതിയിൽ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. സത്വം, രജസ്, തമസ് എന്നിവയാണ് അവ. ഈ പറഞ്ഞ പുരുഷനും ശക്തിയും തമ്മിൽ സംയോഗമുണ്ടാകുമ്പോൾ മേൽപ്പറഞ്ഞ 3 ഗുണങ്ങൾ കമ്പനം ചെയ്യുകയും സൃഷ്ടി ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ ദൃശ്യപ്രപഞ്ചം നമുക്ക് ദൃശ്യമാവുകയും ചെയ്യുന്നു. പരമതത്വമായ ബ്രഹ്മത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽപ്പുള്ളൂ എന്നതാണ് ഭാരതീയ ദർശനങ്ങളിലെ സാമാന്യമായ നിഗമനം. എങ്കിലും അസംഖ്യം ഗോചര വസ്തുക്കൾ അടങ്ങിയ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന അവസ്ഥയ്ക്കാണ് മായ എന്ന് പറയുന്നത്.
പ്രപഞ്ചവും അതിലെ എണ്ണമറ്റ വസ്തുക്കളും ഉണ്ടെന്ന ബോധം, മിഥ്യാബോധം വ്യക്തിയുടെ ആത്മാവിൽ ജനിപ്പിക്കുന്നത് എന്താണോ അതാണ് മായ. നല്ലതോ ചീത്തയോ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കാത്ത ഒന്നാണ് മായ. അതിനെ പ്രത്യേകമായി നിർവചിക്കാനും സാധ്യമല്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മിഥ്യാബോധം നിലനിൽക്കുന്നിടത്തോളം കാലം മായയും ഉണ്ട്. അതിനപ്പുറം മായയ്ക്ക് നിലനിൽപ്പില്ല. വ്യക്തിയുടെ ആത്മബോധത്തെ ബാധിക്കുന്ന അവിദ്യയാണ് മായ. മാ എന്നാൽ അല്ലാത്തത്, യാ എന്നാൽ ഉള്ളത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കാണിക്കുന്നതിനെയാണ് മായ അല്ലെങ്കിൽ ജ്ഞാനദോഷം എന്ന് പറയുന്നത്. അർദ്ധ ഇരുട്ടിൽ കയറിൽ പാമ്പിനെ കാണുന്നതാണ് ക്ലാസിക്കൽ ഉദാഹരണം. ഈ മായയെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി യോഗ വസിഷ്ഠ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അഴുക്ക് നീക്കം ചെയ്യുമ്പോൾ യഥാർത്ഥ പദാർത്ഥം പ്രകടമാകുന്നത് പോലെ രാത്രിയുടെ അന്ധകാരം അകറ്റുമ്പോൾ ഇരുട്ടിൽ ആവരണം ചെയ്യപ്പെട്ട വസ്തുക്കൾ വ്യക്തമായി കാണപ്പെടുന്നത് പോലെ അജ്ഞാനം എന്ന മായ അകന്നാൽ സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. സത്യത്തിൽ മായ എന്നത് വെറുമൊരു രൂപകമാണ്. അതിന് മറ്റ് പ്രാധാന്യങ്ങളൊന്നും തന്നെയില്ല. മനുഷ്യജീവനെ മൃഗബോധ തലങ്ങളിൽ മാത്രം മുഴുകരുത് എന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് മായയുടെ ദൗത്യം. മനുഷ്യർ ഇന്ദ്രിയങ്ങൾ ആസ്വദിക്കുന്നതിനും അതിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും സമയം പാഴാക്കുന്നു. ഉദാഹരണം, ഭക്ഷണം, ലൈംഗികത, സാമൂഹ്യവൽക്കരണം എന്നിവയിൽ മുഴുകുമ്പോൾ പ്രാണശരീരം ഒരു ഭാരമായി മാറുന്നു. ഈ മായ തന്നെ 3 തരത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്: മഹാമായ, മോഹമായ, യോഗമായ. ആദ്യത്തേതാണ് മോഹമായ. എന്തെങ്കിലുമൊക്കെ ഭൗതിക കാര്യങ്ങളോട്, ഉദാഹരണത്തിന് പണം, സമ്പത്ത്, സ്വത്ത്, സ്റ്റാറ്റസ്, ബന്ധങ്ങൾ എന്നിവയോടൊക്കെ അന്ധമായ തരത്തിലുള്ള മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിനെയാണ് മോഹമായ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ചിലർ പണത്തിന്റെ പുറകെ മാത്രം പോകുന്നവരുണ്ട്. അവർക്ക് കുടുംബാംഗങ്ങളെന്നോ മാതാപിതാക്കളെന്നോ മക്കളെന്നോ മറ്റ് ബന്ധുക്കളെന്നോ സുഹൃത്തുക്കളെന്നോ ഒന്നും ഒരു ശ്രദ്ധ കാണില്ല. പണം മാത്രമാണ് അവർക്ക് പ്രധാനം. പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ സ്വന്തം മാതാപിതാക്കൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് തെളിയിക്കാൻ അവരൊരു കേസ് ഫയൽ ചെയ്യാൻ പോലും മടിക്കില്ല. അല്ലെങ്കിൽ ആരെയെങ്കിലും കൊല്ലുന്നത് വരെ ഈ മായ പോകും. ഇതാണ് മോഹമായ. അടുത്തതാണ് മഹാമായ. ആത്മീയതയെക്കുറിച്ചുള്ള തികഞ്ഞ അജ്ഞതയ്ക്കാണ് മഹാമായ എന്ന് വിളിക്കുന്നത്. ആത്മീയ പാതയിലല്ലാത്ത ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി അവിടെ ഏൽപ്പിച്ച ജോലികൾ ചെയ്ത് വൈകിട്ട് തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകുന്നു. അത്രമാത്രം. അവരുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. വിമോചനത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇതാണ് മഹാമായ, അഗാധമായ അജ്ഞാനത്തിൻ്റെ ഇരുട്ട്. മൂന്നാമത്തേതാണ് യോഗമായ. എന്തിനേറെ പറയുന്നു, ആത്മീയതയിലും യോഗയിൽ പോലും മായയുണ്ട്. നിങ്ങൾ ആത്മീയ പാതയിൽ പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്ത ദൈവിക ശക്തികളുടെ അല്ലെങ്കിൽ ചാനലിങ്ങിൻ്റെ സൂക്ഷ്മമായ ആന്തരിക അനുഭവമാണ് യോഗമായ. പലരിലും തുടർച്ചയായ ആത്മീയ പരിശീലനങ്ങളിലൂടെ പല ദൈവിക ശക്തികളും സിദ്ധികളും ഉണർന്നു വരാറുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും. ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആത്മാക്കളെ ചാനൽ ചെയ്യാൻ സാധിച്ചേക്കാം. ക്രമേണ നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ഇത്തരം ആത്മീയമായ കഴിവുകളെയും യോഗസിദ്ധികളെയും ഉപയോഗിക്കാനും പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ ഒരു അധപതനത്തിലേക്ക് നയിച്ചേക്കാം. കാരണം യോഗമായ എന്നത് ഒരു കൗശലമാണ്. അതിനാൽ ഗുരു ഇല്ലാതെ നിങ്ങൾക്ക് യോഗമായയെ ജയിക്കാനാവില്ല. ഒരു ഗുരു വളരെ അത്യാവശ്യമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ മായയെ മറികടക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ എൻ്റെ കൃപയാൽ മാത്രമേ അതിനെ മറികടക്കാൻ കഴിയൂ. എന്നിലൂടെ മാത്രമേ ഒരാൾക്കത് മറികടക്കാൻ കഴിയൂ. മായയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.